ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രതീക്ഷ നൽകുന്ന ഉദ്ധാനങ്ങൾ ജീവിതത്തെ നന്നായി പ്രകാശിപ്പിക്കട്ടെ. നിരാശ നിറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഇനി പ്രതീക്ഷയുടെ പ്രഘോഷണങ്ങളായി പരിണമിക്കട്ടെ. എമ്മാവൂസ് ഒരു നിരാശയിലേക്കുള്ള യാത്രയായി രൂപപ്പെടുകയാണ്. അവരുടെ അർത്ഥമില്ലാത്ത ചില സംഭാഷണങ്ങളും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവരുടെ ജീവിത പ്രയാണങ്ങളുമൊക്കെ നടുവിൽ അവരോടൊപ്പം അദൃശ്യനായി പങ്കുചേരുന്ന അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ, കാരുണ്യത്തിൻ്റെ കടാക്ഷത്തിൽ വലിയൊരു പ്രകാശമായി രൂപപ്പെടുന്നുണ്ട്. ഇനി പ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രയാണങ്ങളൊക്കെ പ്രതീക്ഷയുള്ള തിരിച്ചുവരവായി മാറപ്പെടേണ്ടിയിരിക്കുന്നു. സംഭവിച്ചതെല്ലാം അവസാനമെന്ന് കരുതുന്നിടങ്ങളിൽ ഇനിയും ആരംഭമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നവനാണ് ഉദ്ധിതനായ ക്രിസ്തു. നമ്മൾ പലപ്പോഴും പുറത്തന്ധകാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൽ ബാധിച്ചിരിക്കുന്ന അന്ധത നമ്മോടൊപ്പമുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കണ്ണുകളും ഹൃദയവും മനസ്സുമൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് വേണ്ടിയാണ് അവൻ വീണ്ടും മുറിക്കപ്പെടുന്നത്. ഓരോ തിരുവത്താഴമേശകളിലും വീണ്ടും ഇങ്ങനെ അപ്പമായി മുറിക്കപ്പെടുമ്പോഴൊക്കെ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവൻ നമ്മുടെ ഹൃദയത്തെ വീണ്ടും ഉജ്ജീവിപ്പിച്ചുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും സാധിക്കട്ടെ. ചില തിരിച്ചുപോക്കും മടങ്ങിപ്പോക്കലുമൊക്കെ ജീവിതത്തിൽ മങ്ങിപ്പോകുന്ന പ്രകാശത്തിൻ്റെ വേളകളായി രൂപപ്പെടുകയാണ്. എന്നാൽ ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഇടങ്ങളെക്കുറിച്ചല്ല, ക്രിസ്തു സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശത്തിലേക്ക് തിരികെ വരുന്ന അത്ഭുതത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് 11 കിലോമീറ്റർ ദൂരം. കിലോമീറ്ററുകളല്ല പ്രശ്നം, ബാധിച്ചിരിക്കുന്ന കഠിനമായ അന്ധതയെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത്. പ്രതീക്ഷയുടെ ഇടങ്ങളിൽ നിന്നും കൃപയുടെ ഇടങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനിങ്ങനെ വഴുതി പോകുന്നുണ്ട്. അവരുടെ വ്യർത്ഥമായ സംഭാഷണങ്ങൾ, അവരെ ബാധിച്ചിരിക്കുന്ന അന്ധതകൾ, അവരെ ബാധിച്ചിരിക്കുന്ന കൊടിയ നിരാശകളൊക്കെ എന്തുമാത്രം ജീവിതത്തിൻ്റെ നന്മകൾ നോടി ഒളിക്കുവാൻ, മാറി നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. കഥകടച്ചിരിക്കുവാനും ആരെയും തിരിച്ചറിയാതെ ഇങ്ങനെ നടന്നു പോകുവാനും നിരാശ നിറഞ്ഞ വർത്തമാനം പറയുവാനുമൊക്കെ മനുഷ്യർക്കിടയാവുന്നത് ഒരു പരിധിവരെ അവനിലെ ദൈവസാന്നിധ്യം, പ്രതീക്ഷയുടെ കിരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. ഇനി അവൻ കൂടെ നിൽക്കട്ടെ. നമ്മുടെ അന്ധകാരങ്ങൾ കഠിനമാകുമ്പോഴൊക്കെ പറയുവാൻ പറ്റുന്ന ഏക നല്ല വാക്യം, ഞങ്ങളോടൊപ്പം നാഥ വസിക്കണമേ. ഇത് പുറത്തെ അന്ധകാരത്തെക്കുറിച്ചും സായാഹ്നത്തെക്കുറിച്ചൊന്നുമല്ല, ഞങ്ങളിൽ ബാധിച്ചിരിക്കുന്ന അന്ധതയെക്കുറിച്ചാണ്, നഷ്ടത്തെക്കുറിച്ചാണ്, നിരാശയെക്കുറിച്ചാണ്. ഇനി കൂടെ ഇരുന്ന് ഞങ്ങളുടെ അത്താഴമേശകളൊക്കെ അനുഗ്രഹമാക്കി രൂപപ്പെടുത്തണമേ. അങ്ങ് വീണ്ടും വീണ്ടും മുറിച്ചു നൽകുമ്പോഴൊക്കെ ഇനി മുറുമുറുപ്പില്ലാതെ ജീവിക്കുവാൻ, മുറിവേറ്റവനെ അതിൻ്റെ എല്ലാ മാന്യതയോടും കൂടി തിരിച്ചറിയുവാനും പ്രഘോഷിക്കുവാനും സാധിക്കട്ടെ. ഒരു നല്ല തിരിച്ചറിവിലേക്കും തിരിച്ചുവരവിലേക്കും ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ശിഷ്യന്മാർ അവർ കണ്ട ജീവിതം, അനുഭവിച്ച ജീവിതം, അവർ ശ്രവിച്ച വചനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാൻ പ്രാപ്തിയുള്ളവരായി മാറപ്പെടുന്നുണ്ട്. ക്രിസ്തു സാന്നിധ്യം എന്തൊരത്ഭുതമായിട്ടാണ് രൂപപ്പെടുന്നത്. ഓരോ ഹൃദയത്തെയും അതെന്തുമാത്രം തീഷ്ണതയുള്ള കല്ലുകളാക്കി രൂപപ്പെടുത്തുന്നുണ്ട്. ഇനി ഭയമില്ലാതെ പ്രഘോഷിക്കുവാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ ഈ കൊച്ചു ജീവിതം അതുതന്നെ വലുതായി രൂപപ്പെടുകയും ചെയ്യുന്നു. എമ്മാവൂസ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രൂപമായി ചിലപ്പോൾ മാറപ്പെടാറുണ്ടല്ലോ. ഒറ്റപ്പെട്ടുപോയി, ആരുമില്ല എന്ന തോന്നൽ, എല്ലാം തീർന്നുപോയി, നഷ്ടപ്പെട്ടുപോയി, ഇനി ഒന്നിനും സാധിക്കുകയില്ല എന്ന ചിന്തകൾ, കഠിനമായ ജീവിതത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ മങ്ങിപ്പോകുമ്പോഴൊക്കെ ഓർക്കാം, ഉദ്ധിതനായവൻ, പ്രതീക്ഷ നൽകുന്നവൻ കൂടെ പ്രയാണം നടത്തുന്നുണ്ട്. കൈവിട്ട് കളയാത്ത കാരുണ്യമായി കൂടെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു മനസ്സും വിശ്വാസമുണ്ടെങ്കിൽ എന്നും യാചിക്കാം, നാഥ ഞങ്ങളോടൊത്ത് വസിക്കണമേ, ഞങ്ങളുടെ അന്ധതകൾ നീക്കണമേ. ആമേൻ.